ഹലോ കൂട്ടുകാരെ, സഫ മർവ മൾട്ടിവേൾഡ് എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ആക്റ്റീവ സ്കൂട്ടറുകളൊക്കെ അതേപോലത്തെ സ്കൂട്ടറുകളൊക്കെ ഇതേമാതിരി വാർണിംഗ് ലൈറ്റ് കത്തും ചാവി ഓണാക്കി കഴിഞ്ഞാൽ. അത് സ്റ്റാർട്ട് ചെയ്താൽ കെടുകയും ചെയ്യും. അപ്പോൾ അത് കെട്ടില്ലെങ്കിൽ എന്തൊക്കെ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ബേസിക്കലായിട്ടൊന്ന് നോക്കാം. അപ്പോൾ അത് ഫിൽറ്റർ അടഞ്ഞാലാണ് നമുക്ക് കൂടുതലും പുതിയ വണ്ടികളൊക്കെ കാണിക്കുക. അപ്പോൾ അതിന് നമുക്ക് ഫിൽറ്റർ അയച്ചെടുക്കണം ആദ്യം. അതിന് ഇതിൻ്റെ ഉള്ളിൽ 2 ബോൾട്ട് ഉണ്ടാവും. ചെറിയ 10-ൻ്റെ 2 ബോൾട്ട് ഉണ്ടാവും. ചില വണ്ടിക്ക് പഴയ വണ്ടിക്ക് സിംഗിൾ 1 ബോൾട്ട് ഉണ്ടാവുള്ളൂ. അത് പിന്നെ ഇവിടെ 2 ബോൾട്ട്. ഇത് രണ്ടും ഊരി എടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ഫ്രണ്ട് ഭാഗം ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊന്തി നിൽക്കും. ചിലതിന് ആ 2 സൈഡിലും കൂടി ആ പ്ലാസ്റ്റിക്കും 2 സ്ക്രൂ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതങ്ങനെ പൊന്തിച്ച് നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു കമ്പി കാണും. ഇങ്ങനെ ആ കമ്പി അതിങ്ങനെ പൊന്തിച്ച് നിർത്താൻ നമ്മളെ സഹായിക്കും. അതവിടെ ലോക്കായി ഉണ്ടാവും. പ്രസ് ചെയ്തിട്ട് അതൊരു പൊന്തിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഒരു 5-6 സ്ക്രൂ കൊണ്ട് ഉണ്ടാവും അതിൻ്റെ ചുറ്റും. എയർ ഫിൽറ്റർ അങ്ങനെ ഊരിയെടുക്കുക. ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കുറേ മണ്ണും പൊടിയൊക്കെ ഉണ്ട്. കണ്ടാ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഇതിൻ്റെ കംപ്ലൈൻ്റ് ആണ് വെച്ചെങ്കിൽ ആ ലൈറ്റ് കെടും. ഓണാക്കി സ്റ്റാർട്ട് ചെയ്താൽ കെടും. ഇപ്പോൾ പുതിയ വണ്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ തന്നെ ആ പമ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കെടുന്നുണ്ട്. ഇത് ഞാൻ 2-3 മാസമായിട്ടുള്ള മാറ്റിയിട്ട് നമുക്ക് ചാവി ചെയ്തിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞ ലൈറ്റ് കത്തി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് കെട്ടുട്ടാ. ഇത്രയുള്ള കാര്യം. ഇതൊക്കെ നമുക്ക് തന്നെ ഇടയ്ക്ക് ചെയ്യാം. എന്തെങ്കിലും സെൻസർ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇതിൽ വാണിംഗ് ലൈറ്റ് കത്തൂട്ടാ. അപ്പോൾ ഇത് ചെയ്തതിൻ്റെ ശേഷം പിന്നെയും കത്തുവെച്ചെങ്കിൽ കമ്പനിയിൽ കാണിക്കണം. കാരണം അത് കമ്പ്യൂട്ടർ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ കേട്ടോ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തോളൂ.